ഈ കാലഘട്ടത്തിൽ ഒരുപാട് യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എത്ര എവല്യൂഷൻ സംഭവിച്ചു, പരിണമിച്ചു, പുതിയ മനുഷ്യരായി വന്നു, എന്നിട്ടും ഈ യുദ്ധങ്ങൾക്കൊന്നും ഒരു അറുതിയുമില്ല. ഡച്ച് ഹിസ്റ്റോറിയനും എഴുത്തുകാരനുമായ റുട്ഗർ ബ്രഗ്മാൻ്റെ ദ ഹ്യൂമൻ കൈൻഡ് എന്ന് പറയുന്ന പുസ്തകമായിരുന്നു. ഹ്യൂമൻ കൈൻഡ് ഹോപ്പ്ഫുൾ ഹിസ്റ്ററി. ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യരെ കാണുന്ന രീതിയിൽ തന്നെ ഇതുവരെയെല്ലാം നമ്മൾ മറ്റുള്ള മനുഷ്യരെ വിശ്വസിക്കുന്ന രീതിയിലൊക്കെ ഒരു വലിയ മാറ്റം, അതായത് ഒരു ഫ്രഷ് പെർസ്പെക്റ്റീവിൽ തന്നെ നമുക്ക് മനുഷ്യരെ കാണാൻ സാധിക്കും ഈ പുസ്തകത്തിലൂടെ. അതായത് മനുഷ്യൻ വയലൻ്റ് അല്ല, മറ്റൊരാളെ കൊല്ലാനും നമുക്ക് എളുപ്പത്തിൽ പറ്റുന്ന കാര്യമല്ല മറ്റൊരാളെ കൊല്ലുന്നതെന്നുള്ളത്. അത് മനുഷ്യൻ്റെ നാച്ചുറൽ കാര്യമല്ല. നമ്മൾ മനുഷ്യർ യഥാർത്ഥത്തിൽ നാച്ചുറലായിട്ട് ഹോണസ്റ്റാണ്, അതായത് മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരാണ്, സ്വന്തം വർഗത്തെ ഇഷ്ടപ്പെടുന്നവരാണ്. നമ്മൾ യഥാർത്ഥത്തിൽ ഉള്ളിൽ നല്ലവരാണ്, നന്മയുള്ളവരാണ്. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്നാണല്ലോ നമ്മളിതുവരെ കേട്ടിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ ഒരു പുതിയ തിയറിയിൽ പറയുന്നത് സർവൈവൽ ഓഫ് ദ ഫ്രണ്ട്ലിയസ്റ്റ് എന്നാണ്. ഏറ്റവും കൂടുതൽ ഇടപെടുന്നവരുടെ, സമൂഹത്തിൽ ജീവിക്കുന്നവർ വംശമായിരിക്കും കൂടുതൽ മുന്നോട്ട് പോകുന്നത്, അവരായിരിക്കും കൂടുതൽ ജീവിക്കുന്നത്.